12:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതായത് ആദ്യം സ്വയം ആത്മാഭിമാനി ആകുന്നതിനുള്ള പ്രയത്നം ചെയ്യൂ. പിന്നെ മറ്റുള്ളവരോട് പറയൂ. ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിൻ്റെ ജ്ഞാനം നൽകൂ. അപ്പോൾ ജ്ഞാനമാകുന്ന വാളിൽ മൂർച്ച വരും. ചോദ്യം: സംഗമയുഗത്തിൽ ഏത് 2 കാര്യങ്ങളുടെ പ്രയത്നം ചെയ്യുന്നതിലൂടെ സത്യോഗി സിംഹാസനത്തിൻ്റെ അധികാരിയായി മാറും? ഉത്തരം: ദുഃഖം, സുഖം, നിന്ദ, സ്തുതി എന്നിവയിൽ സമാന സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. ഈ പ്രയത്നം ചെയ്യൂ. ആരെങ്കിലും എന്തെങ്കിലും തലകീഴായി സംസാരിച്ചുവെങ്കിൽ, ദേഷ്യപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മൗനമായിരിക്കൂ. ഒരിക്കലും മുഖത്തിലൂടെ ശബ്ദമുണ്ടാക്കാതിരിക്കൂ. കണ്ണുകളെ സിവിലാക്കി മാറ്റൂ. ക്രിമിനൽ ആയി തീർത്തും സമാപ്തമാകണം. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ജ്ഞാനം നൽകൂ. ആത്മാഭിമാനിയാകാനുള്ള പ്രയത്നം ചെയ്യൂ. എങ്കിൽ സത്യോഗി സിംഹാസനത്തിൻ്റെ അധികാരിയായി മാറും. സമ്പൂർണ്ണ പവിത്രമാകുന്നവർ തന്നെയാണ് സിംഹാസനസ്ഥരാകുന്നത്. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികളോട് സംസാരിക്കുന്നു. ആത്മാക്കളായ നിങ്ങൾക്ക് ഈ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. അതിനെ ജ്ഞാനത്തിൻ്റെ നേത്രം എന്നും പറയുന്നു. അതിലൂടെ നിങ്ങൾക്ക് തൻ്റെ സഹോദരന്മാരെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നുവല്ലോ. എപ്പോഴാണോ നമ്മൾ സഹോദരന്മാരെ നോക്കുന്നത്, അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകില്ല. ഇങ്ങനെ ചെയ്ത് ക്രിമിനൽ ആയിരുന്ന കണ്ണുകൾ സിവിലായി മാറും. ബാബ പറയുന്നു, വിശ്വത്തിൻ്റെ അധികാരി ആകുന്നതിന് വേണ്ടി പ്രയത്നം ചെയ്യേണ്ടി വരുമല്ലോ. അതിനാൽ ഇപ്പോൾ ഈ പ്രയത്നം ചെയ്യൂ. പ്രയത്നം ചെയ്യുന്നതിന് വേണ്ടി ബാബ പുതിയ ഗുഹ്യ പോയിന്റ്സ് കേൾപ്പിക്കുന്നുവല്ലോ. ഇപ്പോൾ സഹോദരന്മാരാണ് എന്ന് സ്വയം മനസ്സിലാക്കി ജ്ഞാനം നൽകുന്നതിൻ്റെ ശീലമുണ്ടാക്കണം. പിന്നെ വി ആർ ഓൾ ബ്രദേഴ്സ്, അതായത് നാം എല്ലാം സഹോദരന്മാരാണ് എന്നത് പ്രാക്ടിക്കലാകും. ഇപ്പോൾ നിങ്ങൾ സത്യമായ ബ്രദേഴ്സാണ്. കാരണം പിതാവിനെ അറിയുന്നു. ബാബ കുട്ടികളായ നിങ്ങളോടൊപ്പം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ധൈര്യമുള്ള കുട്ടികളെ ബാബ സഹായിക്കുന്നു. അപ്പോൾ ബാബ വന്ന് സർവീസ് ചെയ്യുന്നതിൻ്റെ ധൈര്യം നൽകുന്നു. അപ്പോൾ ഇത് സഹജമായല്ലോ. അതിനാൽ ദിവസവും ഈ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അലസമാകുവാൻ പാടില്ല. ഈ പുതിയ പോയിന്റ്സ് കുട്ടികൾക്ക് ലഭിക്കുന്നു. കുട്ടികൾക്കറിയാം, സഹോദരങ്ങളായ നമ്മളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാക്കളാണ് പഠിക്കുന്നത്. ഇത് ആത്മീയ നോളജാണ്. ഇതിനെ സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നു. കേവലം ഈ സമയത്താണ് ആത്മീയ നോളജ് ആത്മീയ പിതാവിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ബാബ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. എപ്പോഴാണോ സൃഷ്ടി മാറുന്നത്, ഈ ആത്മീയ നോളജ് ലഭിക്കുന്നതും സൃഷ്ടി മാറാൻ പോകുമ്പോഴാണ്. ബാബ വന്ന് ഈ ആത്മീയ നോളജ് നൽകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് അശരീരിയായി വന്നിരുന്നു. ഇവിടെ പിന്നെ ശരീരം ധാരണ ചെയ്യുന്നു. തുടക്കം മുതൽ ഇപ്പോൾ വരെയും ആത്മാവ് 84 ജന്മങ്ങളെടുത്തു. എന്നാൽ നമ്പർ വാറായി ആര് എങ്ങനെ വന്നിട്ടുണ്ടാകുമോ അവർ അതേപോലെ തന്നെ ജ്ഞാനയോഗത്തിൻ്റെ പ്രയത്നം ചെയ്യും. പിന്നെ ആര് എങ്ങനെ
കഴിഞ്ഞ കൽപ്പത്തിൽ എന്ത് പുരുഷാർത്ഥം ചെയ്തുവോ പ്രയത്നിച്ചുവോ അത് ഇപ്പോഴും അതേപോലെ തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കാണപ്പെടുകയും ചെയ്യുന്നു. തനിക്ക് വേണ്ടി പ്രയത്നിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്നില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ കാര്യത്തിൽ പ്രയത്നിക്കണം. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അതിൽ നമ്മൾ എന്തിനു ശ്രദ്ധിക്കണം? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാൽ ആദ്യം സ്വയം പ്രയത്നിക്കണം, പിന്നീട് മറ്റുള്ളവരോട്, അതായത് സഹോദരങ്ങളോട് പറയണം. എപ്പോഴാണോ നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിന് ജ്ഞാനം നൽകുന്നത്, അപ്പോൾ നിങ്ങളുടെ ജ്ഞാനമാകുന്ന വാളിൽ മൂർച്ചയുണ്ടായിരിക്കും. പ്രയത്നമുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ സഹിക്കേണ്ടി വരും. ഈ സമയം ദുഃഖം, സുഖം, നിന്ദ, സ്തുതി, മാനം, അപമാനം ഇതെല്ലാം കുറച്ചധികം സഹിക്കേണ്ടി വരും. അതിനാൽ എപ്പോഴെങ്കിലും ആരെങ്കിലും തലകീഴായി സംസാരിക്കുന്നുവെങ്കിൽ മിണ്ടാതിരിക്കുവാൻ പറയുന്നു. എപ്പോഴാണോ ആരെങ്കിലും നിശബ്ദമാകുന്നത്, അപ്പോൾ ശേഷം ആരെങ്കിലും ദേഷ്യപ്പെടും. ഒരാൾ സംസാരിക്കുകയും രണ്ടാമത്തെ ആളും സംസാരിക്കുകയുമാണെങ്കിൽ മുഖത്തിൻ്റെ ശബ്ദമുണ്ടാകുന്നു. അഥവാ ഒരാൾ മുഖത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കിയെങ്കിൽ മറ്റേയാൾ സ്വയം ശാന്തമാക്കി. അപ്പോൾ നിശബ്ദമായിരിക്കുക. ഇതാണ് ബാബ പഠിപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും ആരെങ്കിലും ക്രോധത്തിൽ വരുന്നതായി കാണുന്നുവെങ്കിൽ മിണ്ടാതിരിക്കൂ. സ്വയമേ തന്നെ അവരുടെ ക്രോധം ശാന്തമായിക്കൊള്ളും. രണ്ടാമത്തെ ശബ്ദം മുഴങ്ങുകയില്ല. അഥവാ ശബ്ദം കാരണം ശബ്ദം മുഴക്കി എങ്കിൽ പിന്നെ കുഴപ്പങ്ങളുണ്ടാകുന്നു. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ ഒരിക്കലും ഈ കാര്യങ്ങളിൽ ശബ്ദം മുഴക്കാതിരിക്കൂ. വികാരത്തിൻ്റെതും പാടില്ല, കാമത്തിൻ്റെതും പാടില്ല, ക്രോധത്തിൻ്റെതും പാടില്ല. കുട്ടികൾക്ക് ഓരോരുത്തരുടെയും മംഗളം ചെയ്യേണ്ടതുണ്ട്. ഇത്രയും സെന്റേഴ്സ് തയ്യാറായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞ കൽപ്പത്തിലും ഇങ്ങനെ സെന്റേഴ്സ് തുറന്നിട്ടുണ്ടാകും. ദേവന്മാരുടെയും ദേവനായ ബാബ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെയധികം കുട്ടികൾക്ക് ഈ താല്പര്യമുണ്ട്. ബാബ സെന്റേഴ്സ് തുറക്കട്ടെ. നമ്മൾ സെന്റർ തുറക്കുകയാണ്, നമ്മൾ ചിലവ് വഹിക്കാം. അപ്പോൾ ദിനം പ്രതിദിനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം എത്രത്തോളം വിനാശത്തിൻ്റെ ദിവസങ്ങൾ സമീപമായിക്കൊണ്ടിരിക്കുമോ അത്രയും തന്നെ ഈ ഭാഗത്തും സർവീസിൻ്റെ താല്പര്യം വർദ്ധിച്ചു വരും. ഇപ്പോൾ ബാപ് ദാദ രണ്ടുപേരും ഒരുമിച്ചാണ്. അതിനാൽ ഓരോരുത്തരെയും നോക്കുന്നു, എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്, എന്ത് പദവി നേടും, ആരുടെ പുരുഷാർത്ഥം ഉത്തമമാണ്, ആരുടേത് മധ്യമമാണ്, ആരുടേത് അധമമാണ്, അത് നോക്കുകയാണ്. ടീച്ചറും സ്കൂളിൽ നോക്കുന്നു, സ്റ്റുഡൻറ് ഏത് സബ്ജക്റ്റിലാണ് മുകളിലും താഴെയും ആകുന്നത് എന്ന്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. ചില കുട്ടികൾ നല്ല രീതിയിൽ അറ്റൻഷൻ നൽകുന്നു, സ്വയം ഉയർന്നതായി മനസ്സിലാക്കുന്നു. മറ്റൊരു സമയത്ത് പിന്നെ തെറ്റ് ചെയ്യുന്നു, ഓർമ്മയിൽ ഇരിക്കുന്നില്ല. അപ്പോൾ സ്വയം കുറഞ്ഞതായി മനസ്സിലാക്കുന്നു. ഇത് സ്കൂളാണല്ലോ. കുട്ടികൾ പറയുന്നു, ബാബ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു, ഇടയ്ക്ക് സന്തോഷം കുറഞ്ഞു പോകുന്നു. ബാബ ഇപ്പോൾ മനസ്സിലാക്കിച്ചു തരുന്നു, അഥവാ സന്തോഷത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനാഭവ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെയും ഓർമ്മിക്കൂ. മുന്നിൽ പരമാത്മാവിനെ കാണൂ. ആ ഒന്ന് അകാല സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അതേപോലെ സഹോദരന്മാരുടെ നേർക്കും നോക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിന്നെ സഹോദരനോട് സംസാരിക്കൂ. സഹോദരനാണ് നമ്മൾ ജ്ഞാനം നൽകുന്നത്, സഹോദരിയല്ല. പരസ്പരം സഹോദരന്മാർ.
ആത്മാക്കൾക്കാണ് ജ്ഞാനം നൽകുന്നത്. അഥവാ ഇത് നിങ്ങളുടെ ശീലമാവുകയാണെങ്കിൽ നിങ്ങളെ ചതിക്കുന്ന ക്രിമിനൽ ഐ പതുക്കെ പതുക്കെ സമാപ്തമാകും. ആത്മാവ് ആത്മാവിൽ എന്തു ചെയ്യുവാനാണ്? ദേഹാഭിമാനം വരുമ്പോഴാണ് വീഴുന്നത്. വളരെ പേർ പറയുന്നു, ബാബ നമുക്ക് ക്രിമിനൽ ഐ വന്നു. ശരി, ക്രിമിനൽ ഐയെ ഇപ്പോൾ സിവിൽ ഐ ആക്കി മാറ്റൂ. ബാബ ആത്മാവിന് മൂന്നാമത്തെ നേത്രം നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ നേത്രത്തിലൂടെ നോക്കുമെങ്കിൽ ദേഹത്തെ നോക്കുന്ന നിങ്ങളുടെ ശീലം മാറിക്കൊള്ളും. ബാബ കുട്ടികൾക്ക് ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തോടും, അതായത് ബ്രഹ്മാവിനോടും ഇങ്ങനെ തന്നെ പറയുന്നു. ഈ ബാബയും ദേഹത്തിൽ ആത്മാവിനെയാണ് നോക്കുക. അപ്പോൾ ഇതിനെ തന്നെയാണ് ആത്മീയ നോളജ് എന്ന് പറയുന്നത്. നോക്കൂ, പദവി എത്ര ഉയർന്നതാണ് നേടുന്നത്. ഉന്നതമായ പദവിയാണ്. അപ്പോൾ പുരുഷാർത്ഥവും ഇങ്ങനെയുള്ളത് ചെയ്യേണ്ടതാണ്. ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ സർവരുടെയും പുരുഷാർത്ഥം നടക്കും. ചിലർ രാജാവും റാണിയുമാകും, ചിലർ പ്രജയിലേക്ക് പോകും. ഇവിടെ ഇരുന്ന് നിഷ്ഠയിലിരുത്തുമ്പോൾ, അതായത് യോഗത്തിലിരുത്തുമ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെയും ഭൃഗുടിയിൽ ആത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവരുടെ സർവീസും നന്നായി നടക്കും. ആരാണോ ദേഹ്യാഭിമാനിയായി ഇരിക്കുന്നത് അവർ ആത്മാക്കളെ തന്നെയാണ് നോക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടീസ് നല്ലവണ്ണം ചെയ്യൂ. ഉയർന്ന പദവി നേടണമെങ്കിൽ കുറച്ചൊന്ന് പ്രയത്നിക്കുമല്ലോ. അതിനാൽ ഇപ്പോൾ ആത്മാക്കൾക്ക് ഈ ഒരു പ്രയത്നമുണ്ട്. ഈ ആത്മീയ നോളജ് ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. മറ്റൊരിക്കലും ലഭിക്കുകയില്ല. കലിയുഗത്തിലുമില്ല, സത്യയുഗത്തിലുമില്ല. കേവലം സംഗമയുഗത്തിലാണ്. അതും ബ്രാഹ്മണർക്കാണ്. ഇത് ദൃഢമായി ഓർമ്മിക്കൂ. എപ്പോഴാണോ ബ്രാഹ്മണരാകുന്നത് അപ്പോൾ ദേവതയാകും. ബ്രാഹ്മണരായില്ല എങ്കിൽ പിന്നെ എങ്ങനെ ദേവതയാകും? ഈ സംഗമയുഗത്തിൽ തന്നെയാണ് ഈ പ്രയത്നം ചെയ്യുന്നത്. സ്വയം ആത്മാവായി മനസ്സിലാക്കി മറ്റുള്ളവരെയും ആത്മാവായി മനസ്സിലാക്കി അവർക്ക് ജ്ഞാനം നൽകൂ എന്ന് മറ്റൊരു സമയത്തും പറയുകയില്ല. ബാബ എന്ത് മനസ്സിലാക്കിക്കുന്നുവോ അതിന്മേൽ വിചാരസാഗര മഥനം ചെയ്യൂ, ജഡ്ജ് ചെയ്യൂ. ഇത് ശരിയാണോ? നമ്മുടെ നേട്ടത്തിൻ്റെ കാര്യമാണോ? നമുക്ക് ശീലമാകുമ്പോൾ ബാബയുടെ ഏതൊരു ശിക്ഷണമാണോ ഉള്ളത് അത് സഹോദരന്മാർക്കും നൽകണം. ഫീമെയിലിനും നൽകണം, മെയിലിനും നൽകണം. കൊടുക്കേണ്ടത് ആത്മാക്കൾക്ക് തന്നെയാണ്. ആത്മാവ് തന്നെയാണ് മെയിലും ഫീമെയിലുമായിരിക്കുന്നത്, സഹോദരിയും സഹോദരനുമായിരിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. ഞാൻ കുട്ടികളുടെ നേർക്ക് ആത്മാക്കളെയാണ് നോക്കുന്നത്. ആത്മാക്കളും മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ പിതാവായ പരമാത്മാവ് ജ്ഞാനം നൽകുകയാണ്, ഇവർ ആത്മാഭിമാനിയായിരിക്കുകയാണ് എന്ന് ഇതിനെയാണ് പറയുന്നത്. ഇതിനെ തന്നെയാണ് പരമാത്മാവുമായി ആത്മാവിൻ്റെ സ്പിരിച്വൽ ജ്ഞാനത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത്. ബാബ ഈ ശിക്ഷണം നൽകുകയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും വിസിറ്ററോ മറ്റോ വരികയാണെങ്കിൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിന് ബാബയുടെ പരിചയം നൽകണം. ആത്മാവിലാണ് ജ്ഞാനമുള്ളത്, ശരീരത്തിലല്ല. അപ്പോൾ അവരെയും ആത്മാവായി മനസ്സിലാക്കി ജ്ഞാനം നൽകണം. ഇതിലൂടെ അവർക്കും നല്ലതായി തോന്നും. ഇത് നിങ്ങളുടെ മുഖത്തിലെ മൂർച്ച പോലെയാണ്. ഈ ജ്ഞാനത്തിൻ്റെ വാളിൽ മൂർച്ച വരും. കാരണം ദേഹി അഭിമാനിയാകുന്നുവല്ലോ. അപ്പോൾ ഈ പ്രാക്ടീസും ചെയ്തു നോക്കൂ. ബാബ പറയുന്നു, ജഡ്ജ് ചെയ്യൂ, ഇത് ശരിയാണോ? കുട്ടികളെ സംബന്ധിച്ചും ഇത് പുതിയ കാര്യമൊന്നുമല്ല. കാരണം ബാബ
മനസ്സിലാക്കിക്കുന്നത് തന്നെ സഹജമാക്കിയാണ്. ചക്രം കറങ്ങി ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. ഇപ്പോൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി സദോ പ്രധാന ലോകത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ ഇങ്ങനെ തന്നെ പടികൾ ഇറങ്ങുന്നു. നോക്കൂ, എത്ര സഹജമായി പറഞ്ഞു തരുന്നു. ഓരോ 5000 വർഷത്തിനു ശേഷവും എനിക്ക് വരേണ്ടതുണ്ട്. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. വന്ന് കുട്ടികളെ വളരെ സഹജമായി ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ അന്തുമതി സുഗതിയുണ്ടാകും. ഇത് ഈ സമയത്തേക്ക് വേണ്ടിയാണ്. ഇത് അന്തിമ കാലമാണ്. ഇപ്പോൾ ഈ സമയം ബാബ ഇരുന്ന് യുക്തി പറഞ്ഞു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ സദ്ഗതി ഉണ്ടാകും. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട് പഠനത്തിലൂടെ ഇതാകും ഇന്നതാകും എന്ന്. ഇതിലും ഞാൻ പോയി പുതിയ ലോകത്തിൽ ദേവി ദേവതയാകും എന്നതുണ്ട്. ഏതെങ്കിലും പുതിയ കാര്യമല്ല. ബാബ അടിക്കടി പറയുന്നു, നത്തിങ് ന്യൂ. ഈ ഏണിപ്പടി ഇറങ്ങുകയും കയറുകയും വേണം. ജിന്നിൻ്റെ കഥയുണ്ടല്ലോ. ജിന്നിന് പടി കയറുന്നതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെയും ജോലി നൽകി. ഈ നാടകം തന്നെ കയറുന്നതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെയുമാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ വളരെ ബലവാനായി മാറും. അതിനാൽ ഭിന്ന ഭിന്ന പ്രകാരത്തിലൂടെ ബാബ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുന്നു. കുട്ടികളെ, ഇപ്പോൾ ദേഹി അഭിമാനിയാകൂ. ഇപ്പോൾ സർവർക്കും തിരികെ പോകേണ്ടതുണ്ട്. ആത്മാക്കളായ നിങ്ങൾ മുഴുവൻ 84 ജന്മവും എടുത്ത് തമോ പ്രധാനമായിരിക്കുന്നു. ഭാരതവാസികൾ തന്നെയാണ് സദോ രജോ തമോ ആകുന്നത്. മറ്റൊരു നാഷണാലിറ്റിയിലുള്ളവരെയും പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയില്ല. ബാബ വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, നാടകത്തിൽ ഓരോരുത്തരുടെയും പാർട്ട് അവരവരുടേതാണ്. ആത്മാവ് എത്ര ചെറുതാണ്. ഇത്രയും ചെറിയ ആത്മാവിൽ ഈ അവിനാശി പാർട്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാവുകയില്ല. ഇതാണ് ഏറ്റവും വണ്ടർഫുള്ളായ കാര്യം. ഈ ചെറിയൊരു ആത്മാവ് എത്ര പാർട്ടാണ് അഭിനയിക്കുന്നത്. അതും അവിനാശിയാണ്. ഈ ഡ്രാമയും അവിനാശിയാണ്, മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്. എപ്പോൾ ഉണ്ടായതാണ് എന്നാരും പറയുകയില്ല. ഇല്ല, ഇത് പ്രകൃതിയാ ഉള്ളതാണ്. ഈ ജ്ഞാനം വളരെ വണ്ടർഫുള്ളാണ്. ഒരിക്കലും ആർക്കും ഈ ജ്ഞാനം പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ഈ ജ്ഞാനം പറഞ്ഞു തരുവാനായി ആർക്കും തന്നെ ശക്തിയില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ബാബ ദിനം പ്രതിദിനം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യൂ. നമ്മൾ തൻ്റെ സഹോദരാത്മാവിന് ജ്ഞാനം നൽകുകയാണ്, തനിക്ക് സമാനമാക്കി മാറ്റുന്നതിന് വേണ്ടി, ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കുന്നതിനായി. കാരണം എല്ലാ ആത്മാക്കളുടെയും അവകാശമാണ്. ബാബ വരുന്നത് സർവ ആത്മാക്കൾക്കും തങ്ങളുടേതായ ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പത്ത് നൽകുവാനാണ്. നമ്മൾ രാജധാനിയിലായിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. ശേഷം ജയ ജയഘോഷമുണ്ടാകും. ഇവിടെ സുഖം തന്നെ സുഖമായിരിക്കും. അതിനാൽ ബാബ പറയുന്നു, പാവനമാകണം. എത്രത്തോളം നിങ്ങൾ പവിത്രമാകുന്നുവോ അത്രയും ആകർഷണമുണ്ടാകുന്നു. നിങ്ങൾ തീർത്തും പവിത്രമാകുമ്പോൾ സിംഹാസനസ്ഥരാകുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യൂ. ഇത് കേൾക്കുകയും കാതിലൂടെ പുറത്തു പോവുകയും ചെയ്യുന്ന വിധത്തിൽ ആകരുത് മനസ്സിലാക്കുന്നത്. പാടില്ല. ഈ പ്രാക്ടീസ് കൂടാതെ നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. അതും ആത്മീയ സഹോദരന്മാർക്ക് ഇരുന്ന് മനസ്സിലാക്കിക്കൂ. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിനെ പറയുന്നത് തന്നെ
ആത്മീയ സ്പിരിച്വൽ നോളജ് എന്നാണ്. സ്പിരിച്വൽ ഫാദറാണ് നൽകുന്നവൻ. എപ്പോഴാണോ ചിൽഡ്രൻ പൂർണ്ണമായും സ്പിരിച്വലായി മാറുന്നത്, പൂർണ്ണമായും പ്യോർ ആകുന്നത്, അപ്പോൾ പോയി സത്യയുഗീയ സിംഹാസനത്തിൻ്റെ അധികാരിയാകുന്നു. പ്യോർ ആകാത്തവർ മാലയിലും വരില്ല. മാലയ്ക്കും ഒരർത്ഥം ഉണ്ടാകുമല്ലോ. മാലയുടെ രഹസ്യം മറ്റാരും അറിയുന്നില്ല. മാലയെ എന്തുകൊണ്ട് സ്മരിക്കുന്നു? കാരണം ബാബയുടെ വളരെയധികം സഹായം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് സ്മരിക്കപ്പെടുകയില്ല? നിങ്ങൾ സ്മരിക്കപ്പെടുകയും ചെയ്യുന്നു, നിങ്ങളുടെ പൂജയും ഉണ്ടാകുന്നു, നിങ്ങളുടെ ശരീരവും പൂജിക്കപ്പെടുന്നു. എൻ്റേതാണെങ്കിൽ ആത്മാവ് മാത്രമാണ് പൂജിക്കപ്പെടുന്നത്. നോക്കൂ, നിങ്ങളാണെങ്കിൽ ഡബിൾ പൂജിക്കപ്പെടുന്നു, എന്നേക്കാളും കൂടുതൽ. എപ്പോഴാണോ നിങ്ങൾ ദേവതയാകുന്നത്, അപ്പോൾ ദേവതമാരുടെയും പൂജ ചെയ്യുന്നു. അതിനാൽ പൂജയിലും നിങ്ങൾ തീവ്രമാണ്, സ്മാരകത്തിലും നിങ്ങൾ തീവ്രമാണ്, ചക്രവർത്തി പദവിയിലും നിങ്ങൾ തീവ്രമാണ്. നോക്കൂ, നിങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുകയാണ്. പ്രിയമുള്ള കുട്ടികളായിരിക്കുമ്പോൾ, വളരെയധികം സ്നേഹമുണ്ടായിരിക്കുമ്പോൾ കുട്ടികളെ ചുമലിലും ശിരസിലും വയ്ക്കുന്നു. ബാബ പൂർണ്ണമായും ശിരസിലാണ് വയ്ക്കുന്നത്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മഹിമയ്ക്കും പൂജയ്ക്കും യോഗ്യമാകുന്നതിനായി സ്പിരിച്വൽ ആകണം. ആത്മാവിനെ പ്യോറാക്കി മാറ്റണം. ആത്മാഭിമാനിയാകാനുള്ള പ്രയത്നം ചെയ്യണം. മന്മനാഭവയുടെ അഭ്യാസത്തിലൂടെ അപാര സന്തോഷത്തിലിരിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കണം. കണ്ണുകളെ സിവിലാക്കി മാറ്റണം. വരദാനം: മാസ്റ്റർ രചയിതാവിൻ്റെ സ്റ്റേജിലൂടെ ആപത്തുകളിൽ പോലും മനോരഞ്ജനം അനുഭവിക്കുന്ന സമ്പൂർണ്ണ യോഗിയായി ഭവിക്കട്ടെ. മാസ്റ്റർ രചയിതാവിൻ്റെ സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ വലുതിലും വലിയ ആപത്ത് ഒരു മനോരഞ്ജനത്തിൻ്റെ ദൃശ്യമായി അനുഭവപ്പെടും. ഇതുപോലെ മഹാവിനാശത്തിൻ്റെ ആപത്തിനെ പോലും സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറക്കുന്നതിനുള്ള ഉപാധിയായി വിവരിക്കുന്നു. ഇതേപോലെ ഏതൊരു പ്രകാരത്തിലുള്ള ചെറുതോ വലുതോ ആയ സമസ്യയോ ആപത്തോ മനോരഞ്ജനത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടണം. അയ്യോ അയ്യോ എന്നതിനു പകരം ആഹാ എന്ന വാക്ക് വരണം. ദുഃഖവും സുഖത്തിൻ്റെ രൂപത്തിൽ അനുഭവപ്പെടണം. ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും നോളജ് ഉണ്ടായിരിക്കുമ്പോഴും അതിൻ്റെ പ്രഭാവത്തിൽ വരരുത്. ദുഃഖത്തെ പോലും സുഖത്തിൻ്റെ ദിവസങ്ങൾ വരുന്നതിനുള്ള ബലിയർപ്പണമായി മനസ്സിലാക്കണം. അപ്പോൾ സമ്പൂർണ്ണ യോഗി എന്ന് പറയാം. സ്ലോഗൻ: ഹൃദയ സിംഹാസനം ഉപേക്ഷിച്ച് സാധാരണ സങ്കല്പം നടത്തുക എന്നാൽ ഭൂമിയിൽ പാദം വയ്ക്കുക എന്നർത്ഥം. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമ്മം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെയും ഭാരരാഹിത്യം, മനസ്സിൻ്റെ സ്ഥിതിയിലും ഭാരരഹിതം. കർമ്മത്തിൻ്റെ റിസൾട്ട് മനസ്സിനെ വലിക്കരുത്. എത്ര തന്നെ കാര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രയും തന്നെ ഭാരരാഹിത്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. കർമ്മം തൻ്റെ നേർക്ക് ആകർഷിക്കരുത്. എന്നാൽ അധികാരിയായി കർമ്മം ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുന്നവൻ നിമിത്തമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന അഭ്യാസം വർദ്ധിപ്പിക്കൂ. അപ്പോൾ സമ്പന്നവും കർമാതീതവും സഹജമായി തന്നെ ആകും.
ഓം ശാന്തി. മെഡിറ്റേഷൻ. സാകാര ദേഹവും അതിലെ ചൈതന്യമായ ഞാൻ ആത്മാവാകുന്ന ബീജവും തികച്ചും വേറെയാണ് എന്ന അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു ബാബ മാത്രം പ്രിയമായി തോന്നുന്ന ഈ വേറിട്ട അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സഹജമായി തന്നെ എൻ്റെ ആത്മഗ്രഹമായ പരമധാമത്തിൽ എത്തിച്ചേരുവാൻ എനിക്ക് സാധിക്കുന്നു. അഗാധമായ ശാന്തതയും മധുരമായ നിശബ്ദതയും നിറഞ്ഞ പരമധാമത്തിൽ ഒരു സൂക്ഷ്മ പ്രകാശ ബിന്ദുവായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. പ്രീതബുദ്ധിയായി ബീജരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവമംഗളകാരിയായ ബാബയിൽ മനസ്സ് മഗ്നമാകുമ്പോൾ പൂർവ കർമ്മ കണക്കുകളുടെ വിസ്താരങ്ങൾ സമാപ്തമാവുകയാണ്. ഈ ദിവ്യവും അലൗകികവുമായ പരമാത്മാ സംഘത്തിൻ്റെ അലൗകിക അനുഭൂതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാ സംഘം എൻ്റെ ആത്മജ്യോതിയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. പരമാത്മാ പവിത്രതയുടെ തിളക്കം ആത്മാവിൽ നിറയുന്നു. ഞാൻ സുഖശാന്തിയുടെ അലകളിൽ ആറാടുന്നു. ഈ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ സ്മൃതി സ്വരൂപ സ്ഥിതിയിൽ സാകാര ദേഹമാകുന്ന രഥത്തിലേക്ക് സാരഥിയായി ഞാൻ മടങ്ങി വരുന്നു. സ്മൃതി സ്വരൂപമായി മസ്തക മധ്യത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ നിന്നും പരമാത്മാ ശാന്തിയുടെയും സുഖത്തിൻ്റെയും
അലൗകിക കിരണങ്ങൾ വ്യാപിക്കുന്നു. അന്യ ആത്മാക്കൾക്കും ഈ അലൗകിക സുഖശാന്തിയുടെ അനുഭൂതി ഉണ്ടാകട്ടെ എന്ന് പവിത്ര സ്മൃതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.